BJP കൗൺസിലറുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. വിവാദ പരാമർശം പിൻവലിച്ച് BJP കൗൺസിലർ. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് ഗാനലോകത്തെ പ്രതിഭ. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി. മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന് ചൊവ്വാഴ്ച 100 വർഷം തികയുന്നു. സർവോദയ ഗാന്ധിമാർഗ സംഘടനകളുടെ നേതൃത്വത്തിൽ ശതാബ്ദി പ്രാർത്ഥനാ യോഗം നടക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. A. അനന്തപത്മനാഭൻ, സേവ്യർ പുൽപ്പാട്ട്, കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് ഫെലോഷിപ്പ്. ഗുരുവായൂർ ക്ഷേത്രോത്സവം, ഗ്രാമബലിയും പള്ളിവേട്ടയും ചൊവ്വാഴ്ച നടക്കും. ബുധനാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ഗുരുവായൂർ നഗരസഭയിലെ 74-ാം നമ്പർ അങ്കണവാടിയിലെ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി. രക്ഷിതാക്കളുടെ പരാതിയിൽ ICDS സൂപ്പർവൈസർ അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. BJP കൗൺസിലറുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധം. വിവാദ പരാമർശം പിൻവലിച്ച് BJP കൗൺസിലർ. സ്ത്രീകൾ കച്ചവട വസ്തുവാണെന്ന രീതിയിലുള്ള BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയുടെ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. വിവാദ പരാമർശം നടന്നയുടൻ UDF കൗൺസിലർ ജോൺ ഡാനിയൽ പ്രതിഷേധവുമായി എഴുന്നേറ്റു. സ്ത്രീവിരുദ്ധ പരാമർശം പിൻവലിച്ച് BJP മാപ്പ് പറയണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. പിന്നാലെ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. പ്രതിഷേധം രൂക്ഷമായതോടെ വിനോദ് പൊള്ളാഞ്ചേരി പരാമർശം പിൻവലിക്കുകയും കോൺഗ്രസ് കൗൺസിലർമാർ പിൻവാങ്ങുകയുമായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയും ലാലൂരിൽ 5 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാതിരിക്കുന്ന ഫുട്ബോൾ താരം IM വിജയന്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സും കോർപ്പറേഷൻ ഭരണത്തിന്റെ പിടിപ്പുകേടാണ് വെളിവാക്കുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിമർശിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ മുഖം കാണണമെങ്കിൽ കോർപ്പറേഷൻ സ്റ്റേഡിയം കണ്ടാൽ മതിയെന്ന പരിഹാസവും ഉയർന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണം വൈകുന്നത് MOUവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉള്ളതിനാലാണെന്ന് മേയർ വിശദീകരിച്ചു. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുള്ള PT ഉഷ ഒളിമ്പിക്കിന്റെ ഇന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഒരിക്കൽ നമ്മളവിടെ വന്നിട്ട് നമുക്ക് ഇത് കണ്ട് ഈ സ്റ്റേഡിയത്തിനെ അദ്ദേഹം നേരിട്ടിട്ട് അതിനെ ഭംഗിയാക്കി തരാം, അതിന് 13 കോടി രൂപയാണ് നമുക്ക് അംഗീകരിച്ചത്. അതിന്റെ MOUവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് പൂർത്തീകരിക്കാൻ ഇപ്പോൾ പറ്റാത്തത്. നമ്മുടെ MOU ഓൾറെഡി ഓക്കെ ആയി കഴിഞ്ഞാൽ നേരിട്ട് അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു പരിപാടി, അതൊരു സ്റ്റേഡിയവും അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടും രണ്ടും കൂടിയിട്ടാണ്. ട്രാക്കും വേണം, അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ കളിക്കാവുന്ന സജ്ജീകരണത്തോട് കൂടി പണിത് തരും. എന്നിപ്പോ നമ്മള് ഈ 13 കോടി രൂപ നമ്മൾക്ക് ചെലവ് ചെയ്യുന്നല്ലോ എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് മേയർ പറഞ്ഞു. മാലിന്യമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾക്ക് കൗൺസിൽ അംഗങ്ങളുടെ പൂർണ്ണ സഹകരണം മേയർ അഭ്യർത്ഥിച്ചു. TCV ന്യൂസ്, തൃശൂർ. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വീട്ടിൽ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് 8 ദിവസം മുൻപാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ ന്യൂമോണിയ ബാധിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. 200 സിനിമകളിലായി 700ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ബാഹുബലി അടക്കം മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് മലയാളം ഗാനങ്ങൾ ഒരുക്കി. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ, നാടൻ പാട്ടിന്റെ മടിശീല, കാളിദാസന്റെ കാവ്യഭാവനയെ തുടങ്ങിയ നിരവധി ഹിറ്റുകൾ ഗോപാലകൃഷ്ണന്റെ സംഭാവനയാണ്. ഹരിഹരൻ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആനകളുടെ സർവേ എടുക്കണം എന്നത് അടക്കമുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തത്.
നായ്ക്കെതിരായ ക്രൂരതയിൽ എടുത്ത കേസ് എങ്ങനെ ആനയിലേക്ക് എത്തിയെന്ന് കോടതി ചോദിച്ചു. ആന എഴുന്നള്ളത്ത് ചരിത്രപരമായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസ് സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഹർജിയിൽ നിലവിൽ ഇടപെടാനില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ഹർജി പിൻവലിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന് ചൊവ്വാഴ്ച 100 വർഷം തികയുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം കേരളത്തിൽ 5 തവണ പര്യടനം നടത്തിയ മഹാത്മാഗാന്ധി തൃശൂരിൽ 3 തവണ വിവിധ ഇടങ്ങൾ സന്ദർശിച്ചു. 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളിലായിരുന്നു ഗാന്ധിജിയുടെ കേരള പര്യടനം. ഇതിൽ 1925, 27, 34 എന്നീ വർഷങ്ങളിൽ ഗാന്ധിജി തൃശ്ശൂരിലെത്തി. 1925 മാർച്ച് 18-നാണ് തൃശ്ശൂരിൽ ആദ്യമായി എത്തിയത്. അതിൻ്റെ 100ാം വാർഷിക ദിനമാണ് 2025 മാർച്ച് 18. 1925 തൃശ്ശൂരിലെത്തിയ ഗാന്ധിജിക്ക് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, തൃശ്ശൂർ മുനിസിപ്പാലിറ്റി, യോഗക്ഷേമ സഭ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ മണികണ്ഠനാലിന് സമീപം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് കൊച്ചിയിലെ രാജാവ് രാജശ്രീ രാമവർമ്മയെ സന്ദർശിച്ച് സാമൂഹ്യ കാര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴി തൃശൂർ നഗരാതിർത്തിയിൽ വെച്ച് ഹരിജനങ്ങൾ ഗാന്ധിജിയെ ആവേശപൂർവ്വം സ്വീകരിച്ചു. മാർച്ച് 18-ാം തീയതി രാവിലെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ശതാബ്ദി സംഗമം നടക്കുകയാണ്. ആ ശതാബ്ദി സംഗമത്തോടനുബന്ധിച്ച് ഗാന്ധിയൻ പ്രാർത്ഥനാ യോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രസ്തുത ചരിത്ര മുഹൂർത്തത്തിലേക്ക് മഹാത്മജിയുടെ സന്ദർശനത്തിൻ്റെ ആ 100ാം വാർഷികത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. 1927 ഒക്ടോബർ 14-ന് ഗാന്ധിജി തൃശ്ശൂരിലെത്തി ബഥേൽ ആശ്രമത്തിന്റെ വക നെയ്ത്ത് സ്കൂൾ, സെന്റ് തോമസ് കോളേജ് എന്നിവ സന്ദർശിച്ച് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഒക്ടോബർ 15-ന് വിവേകോദയം സ്കൂളിൽ സന്ദർശനം നടത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തു. തുടർന്ന് പാലക്കാട് ശബരി ആശ്രമത്തിലേക്ക് പോയി. 1934-ലായിരുന്നു ഗാന്ധിജിയുടെ 3ാമത്തെ തൃശൂർ സന്ദർശനം. ജനുവരി 11-ന് ഗുരുവായൂർ, കുന്നംകുളം എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചു. ജനുവരി 16-ന് ഗാന്ധിജി വീണ്ടും തൃശൂർ പൊറനാട്ടുകരയിലുള്ള ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിലെത്തി അവിടെ താമസിച്ചു. ജനുവരി 17-ന് തൃശൂരിലേക്ക് വരുന്നതിനിടെ ഒളരി, പുല്ലഴി, അരനാട്ടുകര, ലാലൂർ എന്നിവിടങ്ങളിൽ ഹരിജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ സന്ദർശനം നടത്തി അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് പ്രാർത്ഥിക്കാനായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം പ്രതിഷ്ഠിച്ചു. തുടർന്ന് തൃശൂർ മണികണ്ഠനാൽ പരിസരത്ത് നടന്ന പൊതുയോഗത്തിന് ശേഷം കുറുക്കഞ്ചേരി, ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. TCV ന്യൂസ്, തൃശൂർ. നമുക്കിന്ന് നഷ്ടപ്പെടുന്നത് കൂടിക്കാഴ്ചകളാണെന്നും മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കാനും കൂടിക്കാണാനുമുള്ള അവസരം തരാത്ത ഭരണാധികാരികളാണ് ഇന്ന് നമ്മുടെ ശാപമെന്നും ചലച്ചിത്ര നടൻ ജോയ് മാത്യു പറഞ്ഞു. ഗാന്ധിജി തൃശൂരിൽ വന്ന് പ്രസംഗിച്ചതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച സത്യത്തിന്റെ പ്രതിധ്വനികൾ, ഒരു ചരിത്ര സന്ദർശനത്തിന്റെ ഓർമ്മ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുക്കുന്ന ഭരണാധിപനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് അഹോരാത്രം പണിയെടുക്കുന്ന ആശാവർക്കർമാരെ ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കാത്ത ഒരു ഭരണാധിപന്റെ നാട്ടിൽ ജീവിക്കുന്നതാണ് ഈ ദിവസം ഏറ്റവും അപമാനകരമായി തോന്നുന്നത് എന്നും ജോയ് മാത്യു പറഞ്ഞു. കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നമ്മളൊക്കെ ആരോഗ്യം സുരക്ഷ വരുത്തി കോവിഡ് കാലത്തും ദുരാനന്തര കാലത്തും അഹോരാത്രം ജോലിയെടുത്ത ആശാവർക്കർമാരെ ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കാൻ കഴിയാത്ത ഒരു ഭരണാധിപന്റെ നാട്ടിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ഈ ദിവസം അപമാനകരമായി തോന്നുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണാധികാരിയായ ഉമ്മൻചാണ്ടിയെ ആർക്കും എപ്പോഴും പോയി കാണാനും പരാതി കൊടുക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ പാരമ്പര്യത്തിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നിലും ഇടപെടാത്ത അതിബുദ്ധിമാന്മാരാണ് സിനിമാക്കാരെന്നും താനൊരു മണ്ടനാണ്, അതുകൊണ്ടാണ് സാമൂഹിക പ്രശ്നങ്ങളിലും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിലും പങ്കെടുക്കുന്നത് എന്നും മറ്റുള്ള സിനിമാക്കാരിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത് എന്നും സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മ കണ്ടാൽ അത് തിന്മയാണെന്ന് പറയാനും അനീതിയാണെന്ന് പറയാനും കുറച്ച് ധൈര്യം വേണമെന്നും
ജോയ് മാത്യു അഭിപ്രായപ്പെട്ടു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. കവി അൻവർ അലി മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, PA മാധവൻ, ജോസ് വള്ളൂർ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, MP സുരേന്ദ്രൻ, IP പോൾ, ജോൺ ഡാനിയൽ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ കലാമേഖലകളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ 3 പ്രതിഭകൾക്കാണ് ഫെലോഷിപ്പ്. 18 പ്രതിഭകൾ അവാർഡിനും 22 പ്രതിഭകൾ ഗുരുപൂജ പുരസ്കാരത്തിനും അർഹരായി. പ്രശസ്ത വീണ വിദ്വാൻ A. അനന്തപത്മനാഭൻ, നാടകകൃത്തും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട്ട്, നർത്തകിയും നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം സരസ്വതി എന്നിവർക്കാണ് ഫെലോഷിപ്പ്. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ്. ശാസ്ത്രീയ സംഗീതം, വയലിൻ, ചെണ്ട, തബല, കീബോർഡ്, ലളിത സംഗീതം, ലളിതഗാനം, നാടകം, നടൻ, നടി, സംവിധായകൻ, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, കഥകളി വേഷം, മോഹിനിയാട്ടം, ഭരതനാട്യം, മിമിക്രി, കഥാപ്രസംഗം എന്നീ വിഭാഗങ്ങളിലെ 18 പ്രതിഭകളാണ് അവാർഡിന് അർഹരായത്. സാധാരണ 17 അവാർഡുകളാണ് അക്കാദമി പ്രഖ്യാപിക്കാറുള്ളത്. മിമിക്രിയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണ 18 അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കലാഭവൻ സലീമിനാണ് ആദ്യമായി ഏർപ്പെടുത്തിയ മിമിക്രിക്കുള്ള അവാർഡ് ലഭിച്ചത്. ശാസ്ത്രീയ സംഗീതം, ഗാനരചന, നൃത്തം, ഗിറ്റാർ, കഥകളി സംഗീതം, നാടകം, നടൻ, നാടകകൃത്ത്, സംവിധായകൻ, രംഗശില്പം, നാടകരചന, ദീപവിതാനം, ഓട്ടംതുള്ളൽ, തബല, കഥാപ്രസംഗം, മൃദംഗം, മിമിക്രി എന്നീ വിഭാഗങ്ങളിലെ 22 പ്രതിഭകളെ ഗുരുപൂജ പുരസ്കാരത്തിനും തിരഞ്ഞെടുത്തു. 30,000 രൂപ വീതവും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. സംഗീത നാടക അക്കാദമിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, സെക്രട്ടറി കരിവള്ളൂർ മുരളി എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമായ ചൊവ്വാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. ബുധനാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിനകത്തെ പാലക പരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നതുപോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി. സന്ധ്യയ്ക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളും. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കല്ല് പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തടമ്പിന് മുൻപിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുകയെന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ്. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുൻപിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ടിമേളമാണ് ഉണ്ടാവുക. വാളും പരിചയമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചുവടുവയ്ക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും. രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനസംഘം കീർത്തനാലാപനവുമായി അണിനിരക്കും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഓദിക്കന്മാർ മുന്നിൽ നീങ്ങും. മുക്കുമൂലകളിലും പെരുവഴികളിലും അജ്ഞാത രൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്രമതിലിന് പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് കടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയേടത്ത് പിഷാരോടി 3 തവണ പന്നിമാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിളമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാൻ പള്ളിവേട്ട പൂർത്തിയാക്കും. തുടർന്ന് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലെ പട്ടുമത്തയിൽ ഉരുളൻ തലയണയുമായി നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പള്ളിയുറക്കം. പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂർ ഇടവിട്ടടിക്കുന്ന നാഴികമണി പോലും ഈ സമയത്ത് അടിക്കില്ല. ബുധനാഴ്ച പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളിയുണരുക. സന്ധ്യയ്ക്ക് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം രാത്രി 11 മണിയോടെ ആറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ഉത്സവം കൊടിയിറങ്ങും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃകൾക്ക് ഹവിസ് തൂവി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമ ജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി.
ഹവിസ് തൂവി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്ത് സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ഹവിസ് തൂവി. ക്ഷേത്രപാലകനെ ഹവിസ് തൂവിയതോടെ ചടങ്ങ് പൂർത്തിയായി. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 6 മണിക്കൂറോളം ചടങ്ങുകൾ നീണ്ടുനിന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പിന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ 74 നമ്പർ അങ്കണവാടിയിലെ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി. ജീവനക്കാരുടെ ഭീഷണി ഭയന്ന് രക്ഷിതാക്കൾ കുട്ടികളെ അങ്കണവാടിയിലേക്ക് അയക്കാൻ മടിച്ച്. മമ്മിയൂർ നരേങ്ങത്തുപറമ്പിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്കെതിരെയാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 18 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കുട്ടികൾക്കാവശ്യമായ പാൽ, കോഴിമുട്ട, പച്ചക്കറികൾ എന്നിവ വീടുകളിൽ നിന്ന് കൊണ്ടുവരണമെന്നാണ് ജീവനക്കാർ നിർബന്ധം പിടിക്കുന്നത്. ഓരോ കുട്ടിയും കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ വിവരങ്ങൾ മാസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. നീതു നാളെ ഉണ്ടാവില്ല, അപ്പം അതിന് പകരം ആതിര നാളെ വെജിറ്റബിൾ കൊടുന്നുള്ളൂ കേട്ടോ. അപ്പം നാളെ ശ്രുതി കൊടുന്ന് മറ്റന്നാ വിദ്യശ്രീ കൊടുന്നാൽ മതി കേട്ടോ. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതിനാൽ രക്ഷിതാക്കൾ സഹകരിക്കണമെന്നായിരുന്നു ജീവനക്കാരുടെ അഭ്യർത്ഥന. കുട്ടികൾ അവധിയാണെങ്കിലും സാധനങ്ങൾ കൃത്യമായി അങ്കണവാടിയിൽ എത്തണം. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ജീവനക്കാർ തയ്യാറല്ല. ആദ്യമൊക്കെ രക്ഷിതാക്കൾ സഹകരിച്ചു. സഹകരിക്കാത്ത രക്ഷിതാക്കളെ നിർബന്ധിക്കാൻ തുടങ്ങി. പിന്നീട് ഭീഷണിയുടെ സ്വരമായി. സുഖമില്ലാതെ അവധിയെടുത്ത കുട്ടിയുടെ രക്ഷിതാവിനോട് കോഴിമുട്ട എത്തിക്കാൻ നിർബന്ധിച്ചതോടെ എതിർത്തു. രക്ഷിതാക്കൾ സംഘടിച്ചതോടെ അങ്കണവാടി ജീവനക്കാരുടെ കള്ളക്കളി പുറത്തായി. കുട്ടികൾക്ക് ഭക്ഷണത്തിനായുള്ള സർക്കാർ ഫണ്ട് അങ്കണവാടി ജീവനക്കാർ കൃത്യമായി കൈപ്പറ്റുന്നുണ്ട്. ഇത് മറച്ചുവെച്ചാണ് രക്ഷിതാക്കളെ ചൂഷണം ചെയ്യുന്നത്. ഇതോടെ രക്ഷിതാക്കൾ CDPOയ്ക്ക് പരാതി നൽകി. ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ICDS സൂപ്പർവൈസറെ ചുമതലപ്പെടുത്തിയതായി CDPO M. നസീമ അറിയിച്ചു. ആരോപണവിധേയരായ ജീവനക്കാരെ മാറ്റാതെ കുട്ടികളെ അങ്കണവാടിയിലേക്ക് അയക്കില്ല എന്ന നിലപാടിലാണ് പരാതിക്കാർ. TCV ഗുരുവായൂർ. കുന്നംകുളത്ത് ഉത്സവത്തിനിടെ മുൻ സൈനികനെ മർദ്ദിച്ചതായി പരാതി. ആനയ്ക്കൽ സ്വദേശിയും മുൻ വായുസേന പെറ്റി ഓഫീസറുമായ നിവേദിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കേൾവിയുടെ ശക്തി കുറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ നിവേദിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കമ്മിറ്റി അംഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പിടിച്ചുമാറ്റാനെത്തിയപ്പോഴാണ് നിവേദിന് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രി ഒരു 8 മണിക്കും 8:30 ഇടയിലാണ് സംഭവം ഉണ്ടായത്. ഞങ്ങൾ ചീരംകുളം ദേശം എന്ന പേരിട്ടുള്ള ഒരു പൂരാഭിഷ കമ്മിറ്റിയുടെ ആദ്യത്തെ തവണത്തെ പൂരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂരം നടക്കിൽ കൊട്ടുന്നതിന് വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് തന്നെ അവർ സമയം കഴിഞ്ഞിട്ടും കുറച്ച് പേർ അവിടെ നിൽക്കുകയും ഞങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ അടുത്ത് ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടായി. ആ സമയത്ത് പോലീസുകാർ അവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി VA ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ല. അവധി നീട്ടിച്ചോദിച്ച് ബാലു ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. 15 ദിവസത്തേക്കാണ് അവധി നീട്ടിച്ചോദിച്ചത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നാണ് കത്തിൽ പറയുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം നൽകിയാണ് ബാലു അവധി നീട്ടിച്ചോദിച്ച് കത്ത് നൽകിയത്. മാനേജ്മെന്റ് കമ്മിറ്റി യോഗം കൂടിയതിനു ശേഷം തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. VA ബാലുവിന്റെ അവധി ഞായറാഴ്ച അവസാനിച്ചിരുന്നു. തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് അവധി നീട്ടിച്ചോദിച്ച് കത്ത് നൽകിയത്. തന്ത്രിമാരുടെ പരാതിയെ തുടർന്ന് കഴകക്കാരനായി നിയമിച്ച ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതിപരമായ വേർതിരിവുകൾ അവസാനിപ്പിക്കണമെന്ന് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. ജാതി വിവേചനം പ്രകടിപ്പിച്ച തന്ത്രിമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, അപമാനിച്ച് തരം താഴ്ത്തപ്പെട്ട ബാലുവിനെ കഴകം ജോലിയിൽ വീണ്ടും പ്രവേശിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുരുധർമ്മ പ്രചരണ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് നടത്തിയ ജാതി നാശിനി യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദിക വൃത്തി അടക്കമുള്ള മാമൂൽ പ്രവർത്തികൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്നും സാമൂഹിക നീതി നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗുരുധർമ്മ പ്രചാരണ സഭ സംസ്ഥാന സെക്രട്ടറി അസംഗാനന്ദ സ്വാമി, ജില്ലാ സെക്രട്ടറി KU വേണുഗോപാൽ, കേന്ദ്ര കമ്മിറ്റി അംഗം മോഹൻലാൽ, ജില്ലാ കമ്മിറ്റി അംഗം സുഗതൻ കല്ലിങ്ങപ്പുറം, കോർഡിനേറ്റർ സത്യൻ തന്തത്തല തുടങ്ങിയവർ സംസാരിച്ചു.
പാലപ്പിള്ളി കുണ്ടായിയിൽ രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കൊക്കോ കൃഷി നശിപ്പിച്ചു. കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ 125 കൊക്കോ മരങ്ങളാണ് 2 ദിവസങ്ങളിലായി ആനക്കൂട്ടം നശിപ്പിച്ചത്. വിളവെടുത്ത് തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ കർഷകൻ ദുരിതത്തിലായിരിക്കുകയാണ്. കുണ്ടായിയിലെ വീട് പ്രളയത്തിൽ തകർന്നതോടെ വർഗീസ് കോടാലി മോനുടിയിലാണ് താമസിക്കുന്നത്. പകൽ സമയത്ത് പറമ്പിൽ ഷെഡ് കെട്ടിയാണ് വർഗീസും കുടുംബവും കൃഷി പരിപാലിച്ചിരുന്നത്. ആനശല്യം രൂക്ഷമായതോടെ രാത്രികാലങ്ങളിൽ ഇവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴയോട് ചേർന്നുള്ള പറമ്പിലേക്ക് പുഴ കടന്നാണ് ആനകൾ എത്തുന്നത്. പറമ്പിലെ ഭൂരിഭാഗം കൊക്കോ മരങ്ങളും നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. ജനവാസ മേഖലയിൽ മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടം പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടും വനപാലകർ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാർഷിക വിളകൾ നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വനംവകുപ്പ് ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പദ്ധതികൾക്ക് ന്യായമായ വിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കുറ്റകരമായ വിവേചനമാണ് കാണിക്കുന്നത് എന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച AG's ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവേചനങ്ങളില്ലാതെ സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന ഭരണ സംവിധാനത്തിൻ്റെ ചെലവുകൾ പരിശോധിക്കുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ആ സംസ്ഥാനത്തെ 70% ചെലവുകളും വഹിക്കുന്നത് എന്ന് കാണാം. സംസ്ഥാന 70% ചെലവുകൾ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് ആ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതം നൽകാൻ ബാധ്യസ്ഥമാണ്. ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്ന വാക്ക് പോലുമില്ല. ന്യായമായി കേരളത്തിന് അർഹമായ ഒരു പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഒരു ദിവസം ആകാശത്തു നിന്നും പൊട്ടിവന്നതല്ല. സംസ്ഥാനങ്ങളെ പട്ടിണി കിടക്കണമെന്നോ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ അവഗണിക്കണമെന്നോ അല്ല, മറിച്ച് രാജ്യത്തിന്റെ ധനവിഭവം വിവേചനങ്ങളില്ലാതെ സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നാണ് ഭരണഘടന അനുശാസിച്ചിട്ടുള്ളത്. GST നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങൾക്ക് നികുതി നിശ്ചയിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയും അർഹമായ നികുതി വിഹിതം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. CPI തൃശൂർ നിയോജകമണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് അധ്യക്ഷത വഹിച്ചു. CPM നേതാവ് MK കണ്ണൻ, LDF തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ K രവീന്ദ്രൻ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ വനിതാ കൗൺസിലർമാരെ വിമർശിച്ച് ചലച്ചിത്ര നടി നവ്യ നായർ. നഗരസഭയുടെ RRR സെന്റർ സ്വാപ് കടയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കൗൺസിലർമാർക്കെതിരെ നഗരസഭയുടെ ശുചിത്വ അംബാസഡർ കൂടിയായ നവ്യ നായരുടെ വിമർശനം. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനൂജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വാർഡ് കൗൺസിലർ സിന്ധു ഉണ്ണി എന്നിവരാണ് വേദിയിലുണ്ടായിരുന്നത്. RRR എന്നാൽ എന്താണെന്ന് നടി ഇവരോട് ചോദിച്ചു. ഇവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ നവ്യ നായർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. RRR എന്താണെന്ന് അറിയില്ലെങ്കിലും ഇവർ പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഇനി മുതൽ അതുണ്ടാകില്ല. മൈക്കിൽ പറയുന്നതുകൊണ്ട് ഇനി എന്ത് പരിപാടിയുണ്ടെങ്കിലും അവർ അതേക്കുറിച്ച് പഠിച്ചു വരുമെന്നും നവ്യ നായർ പറഞ്ഞു. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നതാണ് RRR കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അവർ വിശദീകരിച്ചു. RRR എന്താന്ന് ഞാൻ സാറിനോടല്ല ബാക്കി സ്ത്രീകളോടൊക്കെ ചോദിച്ചു. അവർക്ക് RRR എന്താന്ന് അറിയില്ല. പക്ഷെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ RRR എന്താന്ന് അറിയില്ല. പക്ഷെ ഇനി മുതൽ അത് ഉണ്ടാവില്ല. കാരണം ഞാൻ അത് മൈക്കിൽ പറഞ്ഞുകൊണ്ട് ഇനി മുതൽ എന്തുണ്ടെങ്കിലും അവർ പഠിച്ചിരിക്കും. അപ്പൊ RRR എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. താൻ ശുചിത്വ അംബാസഡർ ആയിരിക്കെ തുടർച്ചയായി 2 തവണ സ്വരാജ് പുരസ്കാരം നേടാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നവ്യ പറഞ്ഞു. നഗരസഭയുടെ ബയോപാർക്കിൽ 40 ലക്ഷം രൂപ ചെലവിട്ട് പണിത കെട്ടിടത്തിലാണ് കൈമാറ്റക്കട പ്രവർത്തിക്കുന്നത്. വലിച്ചെറിയപ്പെടുന്ന വസ്തുക്കളുടെ പുനരുപയോഗം സാധ്യമാക്കി മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈമാറ്റക്കട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉപയോഗിക്കാത്ത വസ്തുക്കൾ കൈമാറ്റക്കടയിലെത്തിക്കാനും ആവശ്യക്കാർക്ക് സൗജന്യമായി വാങ്ങിക്കാനും സൗകര്യമുണ്ട്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു.
TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. BA എക്കണോമിക്സ് 1ാം വർഷ വിദ്യാർത്ഥിനി അന്ന ഏഞ്ചലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ACP സലീഷൻ ശങ്കരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരി നാടിനെ പിടിച്ചുകുലുക്കുന്ന മാരകമായ ഒരു വൈറസായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി യുവാവ്. കലയെ ആയുധമാക്കിയാണ് വരവൂർ സ്വദേശി രതീഷ് ലഹരിക്കെതിരെ പോരാടുന്നത്. കലയാണെന്റെ സമരായുധം എന്ന് പ്രഖ്യാപിച്ച് ലഹരിക്കെതിരെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുകയാണ് രതീഷ് വരവൂർ. 2022 ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നാണ് രതീഷ് തന്റെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് സ്കൂളുകൾ, കോളേജുകൾ, കലാസാംസ്കാരിക സംഘടനകൾ, മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഉത്സവ പറമ്പുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങി കേരളത്തിനകത്തും പുറത്തും രതീഷ് തന്റെ മോണോ ആക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ ചതിയിൽ പെട്ടുപോകുന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ ജീവിതവും തുടർന്നുണ്ടാകുന്ന പരിണിത ഫലവും തിരിച്ചറിവും പ്രമേയമാകുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഏകാഭിനയം ഇതിനോടകം തന്നെ 500-ലേറെ വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ലഹരിക്കെതിരെ മോണോ ആക്ടായി 560-ലേറെ വേദികൾ പിന്നിട്ട് ലോക റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു രതീഷ് വരവൂർ. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നിരവധി അംഗീകാരങ്ങളാണ് ഈ യുവാവിനെ തേടിയെത്തിയിട്ടുള്ളത്. അംഗീകാര നേട്ടങ്ങളെക്കാൾ മോണോ ആക്ട് കണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അതാണ് തന്റെ വിജയമെന്ന് രതീഷ് പറയുന്നു. സമൂഹം ലഹരിയിലേക്ക് വഴിമാറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് 2022 ഞാൻ വരവൂര് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് തുടങ്ങിയതാണ് ഈ മോണോ ആക്ടിലൂടെയുള്ള ലഹരി വിരുദ്ധ പോരാട്ടം. അന്ന് ഇത് 10 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 40 മിനിറ്റോളമുള്ള ഒരു വലിയ ഒരു ഷോ ആണ്. വിദ്യാർത്ഥികളൊക്കെ വഴിതെറ്റി പോകുന്നു എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇത്ര ഭീകരമായ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവാർഡുകളൊക്കെ കിട്ടുക എന്നുള്ളതിലുപരി ഇത് ആളുകൾ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നുണ്ടെന്നും എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണ പിന്തുണ കിട്ടിയാൽ ഇന്ത്യയിലുടനീളം ഇത് അവതരിപ്പിക്കാൻ കഴിയുമെന്നും രതീഷ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ മുന്നിൽ മോണോ ആക്ട് അവതരിപ്പിക്കണമെന്നതാണ് രതീഷിന്റെ ആഗ്രഹം. രതീഷിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണയുമായി നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. കൂടാതെ കുടുംബവും ഒപ്പമുണ്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി. തിരുവമ്പാടി ക്ഷേത്രോത്സവം ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. 3 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് നടന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. രാത്രി നടന്ന തിരുച്ചെഴുന്നള്ളിപ്പിന് കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം അകമ്പടിയായി. തുടർന്ന് നടുവിലാലിൽ നിന്ന് 5 ആനകളോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിനെ തിരുവമ്പാടി രമേശ് മാരാർ നയിക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. പുലർച്ചെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയാൽ കുടിയിറക്കൽ ചടങ്ങുകൾ നടക്കും. ചിറ്റണ്ട വരവൂർ പാതയിൽ സ്വകാര്യ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവറായ വല്ലച്ചിറ സ്വദേശിക്കും ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വരവൂർ വലിയകത്ത് ഷെരീഫിന്റെ മാതാവ് മിസിരിയ, ഭാര്യ ജസീല, മകൾ ഫസീഹ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പൂങ്ങോട് നിലപ്പനപ്പാറ ക്വാറിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും മറിഞ്ഞു.
ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മിസിരിയ, ജസീല എന്നിവരെയും പിക്കപ്പ് വാൻ ഡ്രൈവറെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ഷെരീഫിനെയും മകൾ ഫസീഹയെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. താന്യത്ത് ഗുണ്ട ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് വെട്ടേറ്റു. താന്യം തെക്ക് കുളപ്പാടത്തിനു സമീപം കാതിക്കുടത്ത് കുട്ടന്റെ ഭാര്യ ലീലയുടെ കൈക്കാണ് വെട്ടേറ്റത്. ലീലയുടെ സമീപത്തെ വീട്ടിൽ അക്രമികൾ കയറി ബഹളമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ മകൻ സംഭവം അന്വേഷിക്കാൻ ചെന്നതായിരുന്നു. മകനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർക്ക് വെട്ടേറ്റത്. ലീലയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ മഴയിലും കാറ്റിലും കൊരട്ടിയിൽ പരക്കെ കൃഷിനാശം. കോനൂർ, തിരുമുടിക്കുന്ന്, നാലുകെട്ട് എന്നീ പ്രദേശങ്ങളിൽ കാർഷിക വിളകൾ നശിച്ചു. കോനൂരിൽ പഞ്ചായത്ത് അംഗം വർഗീസ് തെച്ചുപറമ്പന്റെ ജാതിമരങ്ങളും മാവും കടപുഴകി. കലാകാരൻ സജി കൊരട്ടിയുടെ വീട്ടുമുറ്റത്തിട്ടിരുന്ന കാറിന്റെ മുകളിൽ പ്ലാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. തിരുമുടിക്കുന്നിൽ തെക്കിനിയത്ത് പൗലോസിന്റെ വീട് തേക്കുമരം വീണ് ഭാഗികമായി തകർന്നു. നാലുകെട്ടിലെ പഞ്ചായത്തംഗം ജിസി പോളിന്റെ 50ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. മരങ്ങൾ വീണ് 6 വൈദ്യുതി തൂണുകളും ഒടിഞ്ഞു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് കുതിരക്കുളം എന്ന് നാട്ടുകാർ വിളിക്കുന്ന പുതൂർക്കുളം സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കുന്നത്തേരി ഒമിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുവാനും അലക്കുവാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്. എന്നാൽ കുളമിപ്പോൾ വശങ്ങളിടിഞ്ഞും മണ്ണും ചെളി നിറഞ്ഞും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് സംരക്ഷണ ഭിത്തി കെട്ടി ഇറങ്ങുവാൻ റാമ്പും കൽപ്പടവുകളും നിർമ്മിച്ചത്. 15 വർഷം മുമ്പാണ് ഇവ തകർന്നു വീണും പൊട്ടിപ്പൊളിഞ്ഞും നശിച്ചത്. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കുളം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. 20 കൊല്ലത്തോളായി ഈ പുതിരകുളം ഇങ്ങനെ കിടക്കണം. പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു, വേണ്ടപ്പെട്ട അധികാരികളോട് പറഞ്ഞു. ഒരാൾ ഇതുവരെയ്ക്കും ഇന്ന് തിരിഞ്ഞു നോക്കാനും പോലും വന്നിട്ടില്ല. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ തിരുമ്മാനും കുളിക്കാനും വന്നിരുന്ന കുളമാണ് ഈ കുളം. ആ കിടക്കണതിന്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്ക്. വോട്ടിന് വരുമ്പോ പറയും വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കുളം ശരിയാക്കിയായിരുന്നു. ഒരാൾ ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. എന്തായാലും ഒന്ന് ഇതിനു വേണ്ടിയിട്ട് മുൻകിട്ട് ഇറങ്ങണ ആൾക്കാര്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലിക്കാൻ ഈ കുളത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. നീന്തൽ മത്സരങ്ങളും ഈ കുളത്തിൽ നടത്തിയിരുന്നു. കാലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന ഒരു കുളമാണ്. ഒരുപാട് ഭാഗത്ത് നിന്ന് വന്ന് നീന്താൻ പഠിക്കുക, സ്കൂളുകാർ ഏറ്റെടുത്തിട്ട് അവർ നീന്താൻ പഠിപ്പിക്കുക, അതിന് മത്സരങ്ങൾ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കുളമാണ്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗവൺമെന്റ് വരും, അവര് ഓരോ ഫണ്ട് പാസ്സാക്കും. ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. സംവാദം നടന്നു ഐജും നമ്മുടെ പ്രസിഡന്റും തമ്മിൽ, വസ്തുലാനും തമ്മിൽ. അപ്പോൾ ഒരുപാട് കുളം നന്നാക്കുന്നുണ്ടെന്ന് ആളെ ഏറ്റെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ കുളത്തിന്റെ മുകളിൽ തിരിഞ്ഞു നോക്കുന്നില്ല. കുന്നത്തേരി പാടശേഖരത്തിലെ നെൽകൃഷിക്കും പുതൂർക്കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയിരുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിൽ ഒന്നായ പുതൂർക്കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കൊരട്ടി, ചിറങ്ങര, മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന നിഗമനത്തിൽ വനംവകുപ്പ്. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായി. തീരുമാനങ്ങൾ CCFനെ അറിയിച്ച് ഉടൻ അനുമതി ലഭ്യമാക്കുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചിറങ്ങര, മംഗലശ്ശേരി, ചെറ്റാരിക്കൽ, കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ സമയത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും യോഗം തീരുമാനിച്ചു. പുലിയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കമ്പിവടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഈസ്റ്റ് കോമ്പാറ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ ഷെരീഫ്, ചാലാമ്പാടം സ്വദേശി വെളക്കനാടൻ വീട്ടിൽ സോണി എന്നിവരെയാണ്
ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട കോലോത്തുംപടിയിൽ തെക്കേടത്ത് വീട്ടിൽ ഹരിദാസിനെ കഴിഞ്ഞ ദിവസം രാത്രി കമ്പിവെടികൊണ്ട് ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ഹരിദാസ് സോണിയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പട്ടിക്കാട് വീട് കുത്തി തുറന്ന് 9 പവൻ സ്വർണം കവർന്നു. താളിക്കോട് സ്വദേശി തോപ്പിൽ സുന്ദരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പീച്ചി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി വാണിജ്യം. വെളിച്ചം എന്ന പേരിൽ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഗ്ലോക്കോമ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും മാരത്തോണും നടത്തി. ലോക ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ വെളിച്ചം 2025 എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരുമായി സഹകരിച്ച് നടത്തിയ വെളിച്ചം 2025 മാരത്തോണായിരുന്നു ഇതിലെ പ്രധാന ആകർഷണം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, പാർവതി മേനോൻ എന്നിവർ ചേർന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 200-ലധികം ആവേശകരമായ റണ്ണേഴ്സ് ഈ മാരത്തോണിൽ പങ്കെടുത്തു. കൂടാതെ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. 1500-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയ്ക്കെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. ചികിത്സയിലൂടെ മാറ്റാനാകാത്ത അന്ധതയ്ക്ക് പ്രധാന കാരണമായ ഗ്ലോക്കോമയുടെ തുടക്കത്തിലേക്കുള്ള കണ്ടെത്തലിനെക്കുറിച്ചും പ്രതിരോധ നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചതായും വിഗ്ലോക്കോമ ബാധിച്ച 500-ലധികം പേർക്ക് ചികിത്സ നൽകിയതായും ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. കാഴ്ചവൈകല്യത്തെ ചെറുക്കുന്നതിന് നൂതന നേത്രപരിചരണ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ സിഇഒ സുധീർ വിശദീകരിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധർ നയിച്ച ഗ്ലോക്കോമ ബോധവൽക്കരണ സെഷനോടെയാണ് പരിപാടികൾക്ക് സമാപനമായത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8210 രൂപ, പവന് 65,680 രൂപ, വെള്ളി ഗ്രാമിന് 111 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3473 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിജെപി കൗൺസിലറുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. വിവാദ പരാമർശം പിൻവലിച്ച് ബിജെപി കൗൺസിലർ. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് ഗാനലോകത്തെ പ്രതിഭ. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി. മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന് ചൊവ്വാഴ്ച 100 വർഷം തികയുന്നു. സർവോദയ ഗാന്ധിമാർഗ സംഘടനകളുടെ നേതൃത്വത്തിൽ ശതാബ്ദി പ്രാർത്ഥനാ യോഗം നടക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എ അനന്തപത്മനാഭൻ, സേവ്യർ പുൽപ്പാട്ട്, കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് ഫെലോഷിപ്പ്. ഗുരുവായൂർ ക്ഷേത്രോത്സവം, ഗ്രാമബലിയും പള്ളിവേട്ടയും ചൊവ്വാഴ്ച നടക്കും. ബുധനാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ഗുരുവായൂർ നഗരസഭയിലെ 74-ാം നമ്പർ അങ്കണവാടിയിലെ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി. രക്ഷിതാക്കളുടെ പരാതിയിൽ ICDS സൂപ്പർവൈസർ അന്വേഷണം തുടങ്ങി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.